മനുഷ്യൻ ഈശ്വരനല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന് പറഞ്ഞു മനുഷ്യൻ ഈശ്വരനാണ്. എന്താ ഈശ്വരന്റെ അനവധി വ്യാഖ്യാനങ്ങളിൽ ഒരു വ്യാഖ്യാനം? സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇത് മൂന്നും ഈശ്വരൻ ചെയ്യുന്നു. നമ്മളോ ഇത് മൂന്നും ചെയ്യുന്നുണ്ട്. സൃഷ്ടിയുമുണ്ട്, സ്ഥിതി നിലനിർത്തുന്നുണ്ട്, സംഹരിക്കുന്നുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാണ് ആദ്യം എന്നുള്ളതിനെ പറ്റി ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സൃഷ്ടിയാണ് ആദ്യം, പിന്നെ അത് നിലനിൽക്കുന്നു, പിന്നെ അതില്ലാതെയാവുന്നു. അത് മുഴുവൻ ശരിയല്ല. പക്ഷെ തൽക്കാലം മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു ഫലിപ്പിക്കാൻ: സൃഷ്ടി ആദ്യം, സ്ഥിതി രണ്ടാമത്, സംഹാരം മൂന്നാമത് എന്നൊക്കെ പറയും. വേദാന്തത്തിൽ കിടക്കുമ്പോൾ സൃഷ്ടി, സ്ഥിതി, സംഹാരമല്ല. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം, പിന്നെ സൃഷ്ടി, സ്ഥിതി, സംഹാരം. സൃഷ്ടി, സ്ഥിതി, സംഹാരം കഴിഞ്ഞിട്ട് തിരോധാനവും ഉണ്ട്, അനുഗ്രഹവും ഉണ്ട്. വീണ്ടും ആഴത്തിലേക്ക് പോയാൽ സംഹാരം എന്ന് പറഞ്ഞാൽ ഒന്നിനെയും നശിപ്പിക്കുകയില്ല. സംഹാരമൂർത്തിയായിട്ട് സൃഷ്ടി ബ്രഹ്മാവ്, സ്ഥിതി വിഷ്ണു, സംഹാരം ശിവൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ പറയുമ്പോഴൊക്കെ താൽക്കാലികമായുള്ള അർത്ഥമാണ്. ശിവൻ എങ്ങനെ സംഹരിക്കുക? ശിവൻ സംഹരിക്കുന്നേ ഇല്ല. അല്ല, അഗ്നി ദേവനുമായിട്ട് ബന്ധപ്പെട്ടു സകലതിനെയും ഭസ്മീകരിച്ചു. ഇതല്ലേ ചെയ്യുന്നത്? ആരെയോ പറഞ്ഞ ഭസ്മം എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതിയിൽ നാം കാണുന്ന ബാഹ്യവസ്തുക്കളെ സൂക്ഷ്മതലത്തിലേക്കാക്കി മാറ്റുകയല്ലേ ചെയ്തു. ഭസ്മം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇതിലില്ലേ? ഒരു കാര്യത്തെ നമ്മൾ അഗ്നിക്ക് കൊടുത്ത് അത് മുഴുവൻ ഭസ്മാക്കിയാൽ അത് മുഴുവൻ സൂക്ഷ്മതലത്തിൽ ഇവിടെ ഉണ്ട്. അത് കിട്ടേണ്ട ആള് വിവരമുള്ള ആളുടെ കയ്യിൽ കിട്ടിയാൽ അതുകൊണ്ട് മറ്റേത് ഉണ്ടാക്കാം. ആ സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തെ ഉണ്ടാക്കാം. ഇത് മുഴുവനെ കത്തിച്ചാമ്പലായി ചാരം കിട്ടി. ആ ചാരത്തിൽ നിന്ന് തിരിച്ച് റിവേഴ്സ് എടുത്തൂടെ? നമ്മളത് കണ്ടുപിടിച്ചില്ല എന്ന് വേറെ കാര്യം. ഇത് മനസ്സിൽ നടക്കുന്നത് ഒരു ദിവസം 60,000 ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. എല്ലാവരുടെ മനസ്സിലും. എത്രയോ പേര് എന്നോട് പറയാറുണ്ട്, സാറിത് പറഞ്ഞപ്പോഴേക്ക് ഓർമ്മ വന്നത് എന്നതാണ്. പിന്നീട് ആ പ്രസംഗത്തിൽ പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ടാവില്ല അവര്. മൂവാറ്റുപുഴയില് 40 കൊല്ലം കൂടെ പഠിച്ച ശങ്കുണ്ണിക്കുട്ടിയെ ഓർമ്മ വന്നു ഒരു വരി കേട്ടപ്പോ. പിന്നെ ഇയാള് ശങ്കുണ്ണിക്കുട്ടിയെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. 60,000 ചിന്തകൾ. 60,000 എന്ന് എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്. ആരാപ്പത് എണ്ണി വെക്കുന്നു? 21,600 ശാസ്ത്രമുക്തി എന്നൊക്കെ പറഞ്ഞ പോലെ അത്ര കൂടുതലാണെന്ന് വിചാരിച്ചാൽ മതി. ഈ 60,000 ചിന്തകള് ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് ധന്യമീ ജീവിതം സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എത്ര ചിന്തകൾ പോയി തലേ കൂടെ.
അനവധി ചിന്തകൾ. ക്യാമറാമാൻ പറഞ്ഞു ഇന്ന് 10 മണിക്കേ വരുള്ളൂ. സാധാരണ അദ്ദേഹം 9 മണിക്ക് വരാറ്. അപ്പൊ എന്താ അദ്ദേഹത്തിന് പറ്റി? ഇപ്പൊ വിളിച്ചു ചോദിക്കണം മോശമല്ലേ? 10 മണിക്ക് വരുന്ന പറഞ്ഞാൽ എന്ത് പറ്റി? ചിന്തകൾ വരില്ലേ? അത് കഴിഞ്ഞിട്ട് വേറൊന്നും ചിന്തിക്കില്ലേ? ഇത് കഴിഞ്ഞു. ഷൂട്ടിംഗ് സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ശിവപ്രസാദ് കടലുണ്ടിയിൽ വന്നു. ചാക്കയൊക്കെ പൊളിച്ച് ചൊളയാക്കി പരുവത്തിലാക്കിയിട്ട് ഇനി കൂട്ടാൻ വെക്കാൻ നുറുക്കുക മാത്രമേ ഉള്ളൂ. അങ്ങനെ കൊടുത്തിരിക്കും. അപ്പൊ ചക്കയെ പറ്റി ചിന്തിച്ചു, അദ്ദേഹത്തെ പറ്റി ചിന്തിച്ചു, അദ്ദേഹത്തോട് സംസാരിച്ചു. അത് കണ്ട് തന്നെ വീണ്ടും കാണണം 60,000 ചിന്തകള് ബുദ്ധിയിൽ വരുന്നു. ഇതില് ആകെയുള്ള ചിന്തകളിൽ എത്രണ്ണം റിച്ച് തോട്ട്സ്, വേസ്റ്റ് തോട്ട്സ് ആണ്? 90%. വേസ്റ്റ്. കാരണവന്മാരോട് മക്കൾ പറയില്ലേ, അച്ഛൻ ഇപ്പൊ അതിന്റെ കാര്യം ആലോചിക്കണ്ട, അച്ഛൻ അത് വിട് എന്ന് പറഞ്ഞാൽ വിടില്ല. നമ്മുടെ മനസ്സിന്റെ കാര്യം ആലോചിച്ചു. രാവിലെ മുതൽക്ക് മനസ്സിന് ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ട് അത് മുഴുവൻ വേസ്റ്റ് തോട്ട്സ്. പിന്നെയോ ആ വേസ്റ്റ് അല്ലാത്ത തോട്ട്സ് ഉണ്ട്. അതുകൂടാതെ ക്രിയേറ്റീവ് തോട്ട്സ് അതും. റിച്ച് തോട്ട്സ് ആവശ്യമാണ്. ക്രിയേറ്റീവ് തോട്ട്സ് ആണ് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കുന്നത്. ഈ ക്രിയേറ്റീവ് തോട്ട്സ് ഇതിൽ എത്രയുണ്ട് നമ്മൾ ആലോചിക്കണം. ഓരോരുത്തർക്കും ഓരോന്നാണ് ക്രിയേറ്റീവ് തോട്ട്സ്. അപ്പൊ ഈശ്വരനാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളിൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലേ? പല കുട്ടികളും അവിടെ വഴിക്ക് വീഴും. അപ്പോ പുറത്ത് ഒരു നോട്ടീസ് പതിച്ചു, അവിടെ വഴിക്ക് വിടരുത് എന്ന്. പണ്ട് ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരച്ചതിന് ശേഷം UP സ്കൂളിലുള്ള കുട്ടികൾ കാണാൻ വന്നു. അപ്പൊ ഇയാളെന്ത് പറഞ്ഞു അറിയോ? അത് ഉണങ്ങിയിട്ടില്ല എന്ന്. പെയിന്റ് ഉണങ്ങിയിട്ടില്ല. ഈ കുട്ടികൾ മുഴുവൻ അത് തോണ്ടി നോക്കി. അല്ല, ഇത് ഉണങ്ങിയിട്ടില്ലല്ലോ, ഈ പണി ശരിയാ. ആ കുട്ടി തോന്നി. അവസാനം ചിത്രം അവിടെ ഇല്ലാതെ. ഇതുമാതിരി കൂടുതൽ ക്രിയേറ്റീവ് തോട്ട്സ് ആ വഴിക്ക് വീഴാനുള്ള കാരണം എന്താ? ഇന്നതാണ്. ആ വഴുക്കൽ അവിടെ ഇല്ലാതായിക്കൂടെ? ഒരു സുപ്രധാനമായ ചടങ്ങിന് ഞാൻ കുട്ടിയെ ഏറ്റവും വലിയ കാരണവര് വീട്ടിലും പറഞ്ഞു അവിടെ സൂക്ഷിക്കണേ, വഴുക്കലുണ്ട്. ആ കാരണവര് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു, വഴുക്കലുണ്ടെന്ന് പറഞ്ഞതിനേക്കാൾ എളുപ്പല്ലേ ആ വഴുക്കൽ അവിടെ ഇല്ലാതായി കൂടെ? എന്തായാലും കൊടുത്തിട്ട് എന്തെങ്കിലും പറയാൻ നോക്കണം ഓരോരുത്തരോടും. ക്രിയേറ്റീവ് തോട്ട്സ് ആണ് നമ്മളെ ശ്രേഷ്ഠതയിൽ എത്തിക്കുന്നത്. റിച്ച് തോട്ട്സ് കുഴപ്പമൊന്നുമില്ല, റിച്ച് തോട്ട്സ് വേണ്ടേ, അത് സ്ഥിതിയാണ്. ആദ്യത്തെ ബ്രഹ്മാവാണെങ്കിൽ റിച്ച് തോട്ട്സ് ആണ് ആവശ്യമുള്ളത്. വിഷ്ണുവാണ്, മണിപൂരക ചക്രമാണ്. ആ തോട്ട്സ് വേണം. ഈ മൂന്നായിട്ട് തരംതിരിച്ചാൽ ക്രിയേറ്റീവ് തോട്ട്സ് വളരെ കുറവാണ്. റിച്ച് തോട്ട്സ് കുറെയൊക്കെ ഉണ്ടാവും.
ഭൂരിപക്ഷവും വേസ്റ്റ് തോട്ട്സാണ്. നമുക്ക് തന്നെ നമ്മളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ലജ്ജതും എന്താവശ്യത്തിനാണ് ഞാൻ പോയി ചിന്തിക്കുന്നത്. ഒരാളോട് പറയാനൊന്നും പറ്റില്ല. കേട്ടാൽ പറയും നിങ്ങൾ ഇനിയിപ്പോൾ അത് പറയേണ്ട ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ എന്തിനാ പോകണം, എന്തോ ആവട്ടെ. വേസ്റ്റ് 60,000 തോട്ട്സിൽ 59,500 വേസ്റ്റ് തോട്ട്സ്. പിന്നെയോ 400 റിച്ച് തോട്ട്സ്. 400. വെറും 100 60,000 ഉപയോഗപ്രദമായത് ക്രിയേറ്റീവായിട്ടുള്ള കാര്യം, ബ്രഹ്മാവിനെ പ്രതിദാനം ചെയ്യുന്ന കാര്യം. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം ആണ്. അതിനെക്കുറിച്ചുള്ള ഒരു തത്വചിന്തയിലേക്ക് നീങ്ങുമ്പോഴാണ് നമുക്ക് പ്രയോജനം ഉണ്ടാകും. ഇത് തരാത്ത കാര്യങ്ങളുണ്ട്. സിനിമകൾ അത് ഭൂരിപക്ഷവും വേസ്റ്റ്. സാഹിത്യകൃതികളിൽ വേസ്റ്റ്. ഈ സമൂഹത്തിന് അതുകൊണ്ട് ദോഷമല്ലാതൊരു ഗുണവുമില്ല. കഷ്ടകാലം ആ വേസ്റ്റായ സാധനത്തിന് പ്രശംസിക്കാൻ ആളുണ്ടാവും, അവാർഡ് കൊടുക്കാൻ ആളുണ്ടാവും, പാഠപുസ്തകത്തിലും ഉണ്ടാവും. എന്നിട്ട് എന്തുണ്ടായി? ആ വേസ്റ്റ് തോട്ട്സ് കൊണ്ട് ഒരു ഗുണവും ഉണ്ടായി. ക്രിയേറ്റീവ് തോട്ട്സിനെ ഉദ്ദീപിക്കുന്നത് പുരാണ കഥകൾ ആണ്. ഒരു ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയ പുരാണ കഥകൾ നേരിട്ട് വായിക്കില്ല ചെയ്യേണ്ടത്. നേരിട്ട് വായിച്ചാൽ അസുരന്മാരെ അവതാരങ്ങൾ കൊന്നു. അതിനെന്ത് വേണം? ആ അസുരന്മാരെന്ത് ശക്തികളാൽ ഇതറിയണം. ഇതറിയുമ്പോൾ ഗുണം കിട്ടും. അതുകൊണ്ട് മനുഷ്യൻ ഈശ്വരനാണ്. സൃഷ്ടി ചെയ്യുന്നുണ്ട്, സ്ഥിതി സംഹാരം നമ്മളിലുള്ള ഒരംശമാണ്. ഈ 60,000 ചിന്തകളെ നമുക്ക് എന്ത് ചെയ്യാം? കുറെയൊക്കെ നിയന്ത്രിക്കുക. ഞാനിത് പറയുന്നത് എന്റെ ചിന്തകളെ നിയന്ത്രിക്കാനാണ്. ബാക്കി ചിന്തയ്ക്ക് വിടുന്നു. എല്ലാവർക്കും നമസ്കാരം.